ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാലപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ബ്രെഡിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വളരെ രുചികരമായിട്ടുള്ള ഈ വെജിറ്റബിൾ സ്റ്റൂ പെട്ടെന്ന് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഒരു കടായി ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ഗ്രാമ്പൂ, 3 ഏലക്ക, ഒരു കഷ്ണം പട്ടയും കൂടെ ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞതും അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എരിവിനായിട്ട് ഞാനിവിടെ 6 പച്ചമുളക് നെടുകെ കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാരറ്റ് അരിഞ്ഞത്, ഉരുളക്കിഴങ്ങ് അരിഞ്ഞത്, 1/4 കപ്പ് ഗ്രീൻ പീസും കുറച്ച് ബീൻസ് അരിഞ്ഞതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെജിറ്റബിൾസ് എല്ലാം അതിൽ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഫ്ലെയിം മീഡിയത്തിലാക്കി വെച്ച ശേഷം വേണം ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാൻ. ചെറുതായിട്ടൊന്ന് നന്നായിട്ട് വഴന്നു വരണം. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇതൊന്ന് നന്നായിട്ട് വഴന്നു വരും. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച ശേഷം നന്നായിട്ട് ഇളക്കിയ ശേഷം മൂടി വെച്ച് ഒരു 6 മിനിറ്റ് നേരം ഇത് വേകാനായിട്ട് ടൈം എടുക്കും. ഇനി ഇത് വെന്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് 1.5 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയ ശേഷം ഇനി ഈ തേങ്ങാപ്പാലിൽ ഈ വെജിറ്റബിൾസ് ഒന്നുകൂടെ ഒന്ന് വെന്ത് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി വെച്ച് ഒരു 3-4 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം. ഇപ്പം കഷ്ണങ്ങളെല്ലാം തേങ്ങാപ്പാലിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3-4 കശുവണ്ടി കുതിർത്ത് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി ഈ മിക്സ് നമുക്ക് സ്റ്റ്യൂവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം വളരെ ലോ ആക്കി വെക്കണം. ഇനി സ്റ്റ്യൂ തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി ചെറുതായി ഒന്ന് ചൂടായി വന്നാൽ മതി. ഈ മിക്സ് നമ്മൾ ചേർക്കുമ്പോൾ സ്റ്റ്യൂവിൻ്റെ ഗ്രേവി നല്ല തിക്കായിട്ട് വരും, ഒന്ന് കുറുകി വരും. മാത്രമല്ല സ്റ്റ്യൂവിന് നല്ലൊരു ടേസ്റ്റും കൂടെ ഇത് കൊടുക്കുന്നതാണ്. ഇപ്പോൾ വെജിറ്റബിൾ സ്റ്റ്യൂ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്കൊരു താളിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു കടായിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആ സ്റ്റ്യൂവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ആ സ്റ്റ്യൂവിന് നല്ലൊരു ഫ്ലേവർ ലഭിക്കും. മാത്രമല്ല നല്ല ടേസ്റ്റും കൂടെ ഉണ്ടാകും. അപ്പോൾ ഇവിടെ വെജിറ്റബിൾ സ്റ്റ്യൂ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ വെജിറ്റബിൾ സ്റ്റ്യൂ തയ്യാറാക്കി നോക്കുമല്ലോ. ഞാൻ ഈ സ്റ്റ്യൂ തയ്യാറാക്കുന്നതിന് കൂടെ തന്നെ ഇവിടെ പാലപ്പവും ഞാനിവിടെ ഉണ്ടാക്കിയിരുന്നു. ഈ പാലപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പാലപ്പം ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇന്നത്തെ വെജിറ്റബിൾ സ്റ്റ്യൂവിൻ്റെ കൂടെ ഈ പാലപ്പമാണ് ഞങ്ങളിവിടെ കഴിച്ചത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ വീട്ടിൽ തയ്യാറാക്കി നോക്കുമല്ലോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.